PT പീരിയഡിൽ കളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെ അധ്യാപകൻ മർദ്ദിച്ചെന്ന് പരാതി. ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയും മറ്റ് 2 വിദ്യാർത്ഥികളും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുവായൂർ സ്വദേശിയായ അധ്യാപകൻ സാദിഖിനെതിരെ വളയാർ പോലീസ് കേസെടുത്തു. ഞങ്ങൾ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ പോയപ്പോൾ സാറ് വിളിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് കയ്യിൽ എത്ര പേരടിച്ചു? 26. അതെയോ? എന്തുകൊണ്ടാണ് അടിച്ചേ? നിങ്ങൾ ഗ്രൗണ്ടിൽ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് പോയില്ലേ? മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറഞ്ഞു? ഇതേപോലെ തന്നെ അപ്പുറത്ത് മതിലുണ്ടാവും. അപ്പം ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവൻ പറയും സാറ് പറഞ്ഞ അപ്പുറത്തെ മതിൽ ചാടിപ്പോവാന്ന്. അപ്പോൾ നിങ്ങൾ അവിടെ ചാടിപ്പോയിട്ട് പോയി വെച്ചോ. അവിടെ കഞ്ചാവ് പിടിച്ച ചിലവരുണ്ടാവും. അവർ ബൈക്കിൽ കയറാൻ പറഞ്ഞാൽ നിങ്ങൾ ബൈക്കിൽ കയറിയിട്ട് പോകുമെന്ന് ചോദിച്ചു. പെൺകുട്ടികളോടാ ചോദിക്കുന്നത്? അല്ല, ആ പെൺകുട്ടി. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം നമ്മൾ പ്രതികരണം കേട്ടതാണ്. PT പീരിയഡിൽ കുട്ടികളെ കളിക്കാൻ വിടണം, മറ്റ് വിഷയങ്ങൾ ആ സമയത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അതൊന്നാമത്. രണ്ടാമതായിട്ട് വരുന്നത്, തിങ്കളാഴ്ച സ്കൂളുകൾക്ക് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ആയതുകൊണ്ട് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ച സ്കൂളുകൾ വരെ ഉള്ളൊരു നാട്ടിലാണ് ഇത്തരത്തിൽ കളിക്കാൻ പോയതിന് വിദ്യാർത്ഥികളെ അധ്യാപകൻ മർദ്ദിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതിക്രൂരമായ സംഭവം തന്നെയാണ് പാലക്കാട് കഞ്ചിക്കോട് വെച്ച് നടന്നിട്ടുള്ളത്. കഞ്ചിക്കോട്ടെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് 27 പേരെ അടങ്ങുന്ന വിദ്യാർത്ഥികളെയാണ് കായിക അധ്യാപകൻ മർദ്ദിച്ചത് എന്നാണ് നിലവിൽ വാളയാർ പോലീസിന് രക്ഷിതാക്കൾ നൽകിയിട്ടുള്ള പരാതി. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാവുന്നത്. കായിക പരിശീലനത്തിലുള്ള ഒരു പീരീഡ് കൂടിയാണ് PT പീരീഡ്. ആ സമയത്താണ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം ഇത്തരത്തിൽ, അതായത് PT പീരീഡിൽ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കായികാധ്യാപകനായിട്ടുള്ള കൊടുവായൂർ സ്വദേശി സാദിഖ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ ഇത് ലംഘിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു ചൂരൽ വടികൊണ്ടുള്ള ആക്രമണത്തിന് അടിക്കാനുള്ള കാരണമെന്നാണ് നിലവിൽ സ്കൂളിലെ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിക്രൂരമായ സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. 2 വിദ്യാർത്ഥികൾക്ക് ക്രൂരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ കൈവിരലിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വാളയാർ പോലീസ് ജുവനൈൽ ആക്ട്സ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ചൈൽഡ് ലൈനിനെ സമീപിക്കാനും രക്ഷിതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ലിൻഷ. ശരി, നന്ദി സച്ചിൻ വള്ളിക്കാട് വിവരങ്ങൾക്ക്.